ആ അനുഭവത്തിൻ്റെ ലഹരിയിലിരുന്ന് നമ്മൾ മുന്നോട്ട് പോവാനും ഈ ഒരു സൂര്യയാഗം നമ്മുടെ മുമ്പിൽ നമുക്ക് കോഴിക്കോടിന് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു തന്ന പുരുഷോത്തമൻ ജി, അഭിലാഷ് ജി, ഇവരെല്ലാവരോടും എങ്ങനെ നന്ദി പറയുമെന്നും അറിയില്ല. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഗുജറാത്തി സ്കൂളിൻ്റെ പേര് എനിക്കറിയില്ല, അതോടെ പേര് പറയുന്നില്ല. ഇവിടുത്തെ എല്ലാ സംഘാടകരോടും നന്ദി പറയണം. പിന്നെ സൂര്യ തേജസ്സോടെ നമ്മളെ മുമ്പിൽ വന്ന സ്വാമിജി സൂര്യാഹം എന്നൊരാശയം നമ്മളോട് പഠിപ്പിച്ച, കാരണം നമ്മൾ എപ്പോഴും ചുരുക്കത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ സൂര്യനെക്കുറിച്ചുള്ള മന്ത്രങ്ങൾ ചെല്ലുക പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷ പിടിച്ചത് സൂര്യനെ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇൻട്രസ്റ്റ് ചെയ്തത്. കാരണം രാമായണത്തിലെ യുദ്ധകാന്ഡം എടുക്കുമ്പോൾ അവിടെ ശ്രീരാമൻ യുദ്ധകളത്തിൽ പരവശനായി എന്ത് ചെയ്യണം അറിയാതിരിക്കുമ്പോൾ അഗസ്ത്യമുനി വന്ന് പറഞ്ഞു കൊടുത്ത ആദിത്യ സ്തോത്ര മന്ത്രം, അത് ദിവസവും ചൊല്ലി എൻ്റെ ദിവസം തുടങ്ങുന്ന ഒരാളാണ് ഞാൻ. ഒന്നും ചൊല്ലിയില്ലെങ്കിൽ ആദിത്യ സ്തോത്ര മന്ത്രം. അതിനുശേഷമാണ് എന്നോട് ചോദിക്കും പലരും, എങ്ങനെ ജീവിക്കണേ, എങ്ങനെ ഇവരോടൊക്കെ പടപൊരുതുന്നു, എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചിരിക്കാറേ ഉള്ളൂ. കാരണം ആ ശക്തി എനിക്ക് അത്ര ഷുവറാണ്. അത് സൂര്യൻ്റെ ആ ശക്തി. അപ്പം തന്നെ ആ ഒരു സൂര്യനെ നോക്കി രാവിലെ എണീറ്റ് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ പുറത്തുപോയി സൂര്യനെ നോക്കി ഒന്ന് നമസ്കരിക്കുക. ഇത് ഞാൻ ഒരിക്കലും പറഞ്ഞപ്പോൾ എന്നെ പരിഹസിച്ചു ആൾക്കാർ. പക്ഷേ ജാതിയും മതവും ബൗണ്ടറികളും ഒന്നുമില്ലാതെ വർഷങ്ങളും ചൈത്രമാസങ്ങളും എല്ലാം തരുന്ന ഒരു സൂര്യനെ, ആ സൂര്യനില്ലെങ്കിൽ നമ്മളില്ല. എല്ലാ ഊർജവും, ഒരു കല്ല് പോലും നിലനിൽക്കണമെങ്കിൽ, അതിൻ്റെ സംസ്കൃതി പോലും നിലനിൽക്കണമെങ്കിൽ സൂര്യൻ വേണം. ആ സൂര്യനെ നമ്മൾ ആവാഹിക്കാൻ ഒരൊറ്റ മന്ത്രം, സൂര്യോഹം. ആ ഒരൊറ്റ മന്ത്രം നമുക്ക് തന്ന് കോഴിക്കോട്ടുകാരെ ധന്യരാക്കി. ഈ വേദിയിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇത് നിങ്ങളിൽ നിന്ന് മറ്റു പലരിലേക്കും എത്തിക്കണം. കാരണം നിങ്ങൾ ഒരു ദിവസം സൂര്യനില്ലാത്തൊരു രാജ്യത്തോ ഒരു ദിവസമോ നിങ്ങൾക്കുണ്ടായ ആ ജീവിതം തീർന്ന്, ഈ ഭൂമി നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവസാനമില്ലാത്തൊരു ഭൂമിയിൽ നമ്മൾ ജന്മങ്ങളും പൂർവ്വജന്മങ്ങളും മോക്ഷങ്ങളും എല്ലാം നടന്ന് എത്ര ശക്തമായി സുന്ദരമായി ഈ ലോകത്തിനെ എങ്ങനെ നമ്മൾക്ക്, അതും ഭാരതത്തിൻ്റെ യശസ് പോലെ തന്നെയാണ് സൂര്യനും. ലോകത്തിൻ്റെ ശക്തിയാണ്, ഹൃദയമാണ് സൂര്യൻ. അതുപോലെ ഭാരതം, ഇതെല്ലാം പഠിപ്പിച്ച ഭാരത സംസ്കൃതി നമ്മുടെ എല്ലാത്തിൻ്റെ ഉച്ചത്തിൽ നിൽക്കുന്നു. നമുക്ക് സൂര്യരശ്മിയെ പോലെ ഉയർന്നു നിൽക്കുന്ന ഭാരതത്തിൽ ജീവിക്കാൻ പറ്റി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ധന്യമായ മുഹൂർത്തം. എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു മിസ് നുസ്രത്ത് ജഹാൻ. മിസ് നുസ്രത്ത് ജഹാൻ പറഞ്ഞ ആ സൂര്യൻ നമ്മളിലെല്ലാവരും ഉണ്ട്, നിങ്ങളിലുണ്ട്, എന്നിലുണ്ട്, എല്ലാ സർവ്വചരാചരങ്ങളിലുണ്ട്. ആ സൂര്യനെ സ്വീകരിച്ച് പ്രോജ്വലിപ്പിക്കേണ്ടതുണ്ട്. അതിനിങ്ങനെയുള്ള സൂര്യയാഗങ്ങൾ